ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. ഇന്ന് നമ്മുടെ വീട്ടിൽ മൂത്ത നാത്തൂന് വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് തേങ്ങാച്ചോറും ബീഫുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇറച്ചിയൊക്കെ നന്നായി കിണറ്റിലെ വെള്ളം കൊണ്ട് നന്നായി കഴുകിയതിന് ശേഷം മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം അവിടെ വെക്കൂട്ടാം. എന്നിട്ട് നമ്മൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തോലളയാനായിട്ട് നിൽക്കും. കുട്ടികളൊക്കെ പിന്നെ അവിടെ താത്താനായിട്ടുണ്ട്, അവിടെ ഉമ്മർത്തൊക്കെ ഉണ്ട് അവർ. പിന്നെ കുട്ടികൾക്ക് ഇത് അമ്മായി വന്നാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അമ്മായി അവർക്ക് കൈക്കാളതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബേക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മായി വന്നാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ അവർക്ക് കിട്ടുമെന്നറിയാം. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പത്ത് ചോറിന് അരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ചോർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെഷീൻ റൂമാണ് കേട്ടോ. ഇവിടെ ആദ്യം മെഷീൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ റൂമിന് മെഷീൻ റൂം എന്ന് പറയാം. അപ്പോൾ അവിടെ നിന്ന് തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ 2 തേങ്ങയാണ് അതിന് തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. തേങ്ങ പൊട്ടിക്കണ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും ചെറിയ മോള് വന്നിട്ട് അത് അതിലത്തെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലായി. വെള്ളമൊക്കെ കുറവാണ്. അത് തേങ്ങ അരക്കണ പണി തന്നെ മിക്സി ഇല്ലാത്ത കാര്യം. വേണോ 10 മണിക്കും വെള്ളം വേണോ? ഉണ്ട്. കിട്ടിയാ? താത്താക്കില്ല. ഇത് കുറ്റോ നല്ല പാത്രം. ചോറൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. പിന്നെ അതിൽക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകി എടുക്കുകയാണ് കേട്ടോ. ആ ചോറുക്കുള്ള തേങ്ങ ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളൊക്കെ ഇറച്ചിക്ക് വേണ്ടതുള്ളതൊക്കെ നുറുക്കി വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ ചോറുക്ക് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ കഴുകിയിട്ട് ചോറുക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണ് വെക്കുക? നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് വെക്കുന്നത്? ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ തേങ്ങ ചോറുണ്ടാക്കുന്നത്. പിന്നെ അപ്പോൾ വലിയ പുത്തൊന്നുമില്ല, അവിടുന്ന് താത്ത പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇടുകയാണ് കേട്ടോ. പിന്നെ നല്ല ഇളക്കി കൊടുത്ത് നല്ലാണ്ട് ഇളക്കി കൊടുത്തിട്ട് തീ കത്തണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള 2 തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നു. 2 തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതാ എല്ലാതും കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇവിടെ ആദ്യം മിക്സി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേടാൻ നിൽക്കണ്. അപ്പോൾ പിന്നെ അമ്മിമ്മ കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്ത് കുത്തി ചതച്ചിട്ട് എടുത്തിട്ടോ. പിന്നെ ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ സവാള ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്യണം കേട്ടോ. ഇളക്കിയിട്ട് ചകര ഉപ്പിട്ട് കൊടുത്താൽ വേഗം ആവും കേട്ടോ. പിന്നെ ചോറ് ആ ചെമ്പിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് അടിയിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെറ്റാനും വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൽ ചോറും ഉലുവയും പിന്നെ ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഉപ്പിട്ടിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് തേങ്ങാച്ചോറ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെ ഭാഗത്തൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അമ്മമ്മ കൊണ്ടുപോയിട്ട് ചതച്ചിട്ട് അപ്പോൾ അതൊക്കെ ഇറച്ചിക്ക് ആക്കി കൊടുത്ത് പിന്നെ മസാലപ്പൊടികളൊക്കെ ഉണ്ടായിട്ട് കാട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് അവിടെ മസാല ഇവിടെ മിക്സ് ആക്കിയിട്ട് ഒരു 7-8 വിസിൽ വരുന്ന വരെ വേവിക്കൂട്ടാം. ബീഫ് മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ 10 രൂപയുടെ പാക്കറ്റ് മേടിക്കുക ചെയ്യുക. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. 10ൻ്റെ ചെറിയ പാക്കറ്റല്ലേ. അപ്പോൾ അങ്ങനെ ഇറച്ചിയൊക്കെ അങ്ങനെ കുക്കറിലായി. പിന്നെ നമുക്ക് അത്യാവശ്യം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറും ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ പൈക്കുണ്ട് പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ എല്ലാവരും കൂടി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് വിളമ്പാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കച്ചമ്പർ ഉള്ളിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സുർക്ക ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള ചില ദിവസങ്ങൾ വല്ലപ്പോഴും ആണ് കിട്ടുക. വല്ലപ്പോഴും താത്ത് വരുമ്പോൾ മാത്രം ഇങ്ങനത്തെ സന്തോഷ നിമിഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.